പഴയ പാട്ടും നാടകമൊക്കെ ഉണ്ടോ അപ്പൊ? ഏയ് അതൊക്കെ പോയില്ലേ. ഇപ്പൊ പാട്ടുമില്ല നാടകമില്ല, ജീവിതം തന്നെ നാടകം. രവിയേട്ടാ, അമ്മയ്ക്ക് റെസ്റ്റ് വേണം. എന്റെ അസുഖമൊക്കെ മാറി എന്റെ മോൻ വന്നപ്പോ. രാജേട്ടൻ പ്രത്യേകം പറയാൻ പറഞ്ഞു അമ്മയോട് ഒരു സംസാരിക്കരുതെന്ന്. രവിയേട്ടൻ സംസാരിച്ച പ്രശ്നമാവുമല്ലോ അല്ലേ? ഏയ് അതുകൊണ്ടല്ല, അമ്മയുടെ ഹെൽത്തിന്റെ പൊസിഷൻ രവിയേട്ടൻ അറിയാനിട്ടാ. ബൈപ്പാസ് കഴിഞ്ഞ പിന്നെ അമ്മയെ മുറുക്കി പുറത്തിറങ്ങിയിട്ടില്ല. എനിക്കിപ്പോ ഒരു കുഴപ്പമില്ല, നീ ഇവിടെ ഇരിക്കേ. വേണ്ടമ്മേ, അമ്മയ്ക്ക് സുഖാവും. അമ്മ ഈ മുറി വിട്ട് പുറത്തു വരും. കുറച്ച് ദിവസമെങ്കിലും അമ്മയുടെ മോനായിട്ട് എനിക്ക് ജീവിക്കണം. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്. അമ്മ ഇപ്പൊ ശ്രമിക്കും. എനിക്കിപ്പോ ആ വന്നുകൊണ്ട് ഒരു പ്രശ്നമില്ല. നീ മനസ്സിലാക്കിയിരുന്നാ മതി. ചെറുപ്പത്തില് നീ കണ്ടിട്ടുണ്ടല്ലോ, അച്ഛൻ പഠിച്ച പണി 18 നോക്കിയതാ, നേരെയായില്ല. ഇങ്ങനെ ഒരു വിത്ത് എങ്ങനെ നമ്മുടെ അമ്മയുടെ ഉള്ളിൽ മുളച്ചാവോ? നാവെടുത്താൻ നുണയെ പറയാം. അത് എന്നെ കുറിച്ച് പറയും, നിന്നെ കുറിച്ച് പറയും, നിന്റെ ഭാര്യയെ കുറിച്ചും പറയും. ഒരാഴ്ച കഴിഞ്ഞാ തിരിച്ചു പോകുന്ന ഏട്ടൻ പറഞ്ഞത്. എന്തിനധികം, ഒരാഴ്ച മതിയല്ലോ കുടുംബം കലക്കാൻ. സുരേഷ് വരുമ്പോ അവനോടും പറഞ്ഞേക്കാം. ചിലതൊക്കെ ഞാനും സൂചിപ്പിച്ചിട്ടുണ്ട്. ഗീതയുടെ? അതെ, കണവൻ സുരേഷ് നായർ. ആ, നമ്മളെ മനസ്സിലായില്ല. ഞാൻ ഗീതയുടെ രണ്ടാമത്തെ ഏട്ടൻ രവീന്ദ്രനാഥ്. ഓ, നമ്മുടെ നാട് വിട്ടുപോയ അളിയൻ. മൂത്ത അളിയൻ പറഞ്ഞിട്ടുണ്ട്. എവിടെയായിരുന്നു ഇത്രയും നാള്? ഫീലായില്ലേ? ഇതാര്? പരിചയപ്പെട്ടോ? പിന്നെ അല്ല, അളിയൻ വന്ന വിവരം നീ എന്താ എന്നെ വിളിച്ചൊന്ന് പറയാതിരുന്നത്? ആ, ഞാൻ മസ്കറ്റില. അമ്മതേ ഇപ്പൊ വടിയാവും എന്ന് പറഞ്ഞ് 2 പ്രാവശ്യമായി വരണം. ഇത്തവണയും വരവ് വെറുതെ ആവും എനിക്കറിയാം, അല്ലേടി? അമ്മയ്ക്ക് നല്ല സുഖമുണ്ട്. ആ, ഞാൻ പറഞ്ഞില്ലേ, എന്റെ കാശ് പോകുന്നല്ലാതെ നിന്റെ അമ്മ പോകുന്ന പ്രശ്നമില്ല. അത് വിചാരിച്ച് അടുപ്പത്ത് വെച്ച വെള്ളം അങ്ങോട്ട് വാങ്ങി വെച്ചേക്ക. ഒന്നും മിണ്ടോണ്ടിരി, നാവിനെല്ലാം വെച്ചിട്ട് വാങ്ങിട്. രാജേട്ടൻ എന്തി? ഏട്ടനൊന്ന് പോയി. ഛേ, നല്ല പണിയാണല്ലോ വെല്ലുവിളിയും കാണിച്ചത്. ഇവിടെ ഉണ്ടാവുമെന്ന് വിചാരിച്ച് ഫുൾ സെറ്റപ്പ് ആയിട്ട് ഞാൻ വന്നു. ഒരു കമ്പനി ഇല്ലാണ്ടായല്ലോ. പുള്ളി എങ്ങനെ വീശു? എന്താ ഇത്? മോൻ ഉറങ്ങണേന് മുമ്പേ തന്റെ തിരുമോന്തെന്ന് കണ്ടോട്ടെ. മോനാണോ അതോ നിനക്കാണോ എന്റെ തിരുമോന്ത കാണേണ്ടത്? ഒരു മനുഷ്യൻ. അളിയോ, അളിയൻ പൂശു. എന്ത്? മറ്റവൻ പൂശാരി ഇല്ല. ഒന്ന് പോളിയാ. അളിയന്റെ കാര്യമൊക്കെ മൂത്തളിയൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്. പണ്ട് കാർന്നവരുടെ അലമാരിൽ നിന്ന് നല്ല സ്കോച്ച് എടുത്ത് അളിയൻ കട്ട് കാച്ചുന്നത്. എനിക്ക് എന്റെ ടേസ്റ്റ് ഇഷ്ടമല്ല. ഓ, ടേസ്റ്റ് ഇഷ്ടമല്ല? ഒന്ന് വീട് എന്റെ അളിയ. അളിയന്റെ കഥയൊക്കെ മൂത്തളിയൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്. നല്ല പുള്ളി, നമുക്ക് അറിഞ്ഞൂടെ? ആരത്? ശ്രീധരമാമയോ? കഴിക്കല്ലേ? എന്തൊക്കെയുണ്ട്? അവളെവിടെ? ആ ചെറിയ കാന്താരി സുജ? അവള് രവിയുടെ കുട്ടികളുടെ കൂടെ കളിക്കുക. കളി അവളെ സൂക്ഷിച്ചോ, പെശക. ഇവൻ എല്ലാരോടും ഇങ്ങനെയാ സംസാരിക്കുക? ഇതിനൊക്കെ നന്നായിട്ട് സംസാരിക്കും. 2 ചെല്ലണം ചേറ്റ. ശ്രീരമാമ രാത്രി എങ്ങടാ? വീടടച്ച് പൂട്ടി പോന്നിട്ട് ആഴ്ച 1 സുജ വരുന്നില്ല. അവളെ വിടുന്നില്ല എന്റെ മക്കള്. ഒറ്റയ്ക്ക് അവിടെ പോയി കിടക്കണം? അല്ലെങ്കിൽ ഞാൻ ഒറ്റയ്ക്കല്ലേ എന്റെ രവി. ആ ഗൾഫുകാരെ വന്ന് കേറിയ ഒരു സെക്കൻഡ് പോലും ഇവിടെ നിൽക്കണം എനിക്ക് ഇഷ്ടമല്ല. അത്രയ്ക്ക് നല്ല പെരുമാറ്റാവന്റെ. ആ ശ്രീധരമാമ, എനിക്ക് ഒരു കാര്യം അറിയുന്നുണ്ട്. എന്താ അത്? പ്രേമ. രവി, അഴുകി ചീയണ സാധനങ്ങളാ നമ്മൾ കുഴിച്ചു മൂടിയത് മാന്തി നോക്കിയാ ചീഞ്ഞ നാറ്റ. വേണ്ട, മൂടിയൊന്നും മാന്തണ്ട. പക്ഷെ എനിക്കത് അറിഞ്ഞേ പറ്റൂ. ഞാൻ സൗകര്യം പോലെ വീട്ടിലേക്ക് വരാം. അമ്മ കൂടെ മുറിയിൽ കിടക്കാൻ പറഞ്ഞു. അതിനെന്നാ കിടന്നോളൂ. എനിക്ക് വലിയ സന്തോഷായി. ലേക്കിൻ സുനന്ദ കുച്ച് കह रही थी. എനിക്ക് ഒന്നും ശരിക്കും മനസ്സിലായില്ല. അൻസാരല്ല. പണ്ടും എനിക്ക് അതാ വിധി. കാര്യത്തോട് അടുക്കുമ്പോ സുനന്ദ പുറത്ത്. ഒരു ഡ്രസ്സ് എടുക്കുമ്പോ പോലും അതെ, എല്ലാവർക്കും നല്ല നല്ല ഡ്രസ്സ്, എനിക്ക് മാത്രം പൊട്ട. പഠിക്കാനാണെങ്കിൽ 24 മണിക്കൂർ പഠിപ്പ്. എന്നിട്ട് BEd റിസൾട്ട് വന്നപ്പോ ഞാൻ തോറ്റു. ഇളിക്കണ്ട. അതുപോലെ തന്നെ എന്റെ കല്യാണം. പൊന്നും വേണ്ട, പണവും വേണ്ട, ഞങ്ങക്ക് പെണ്ണിനെ മാത്രം മതിയെന്നും പറഞ്ഞ് നല്ല പുലിവീരന്മാര്, അമ്പിള്ളേരെ തന്തമാര് എന്റെ അച്ഛന്റെ പുറകെ നടന്നതാ അല്ലേടി? എന്നിട്ട് എനിക്ക് കിട്ടിയതോ ഒരു കോന്തൻ. ഞാനിത് കേൾക്കണം. അത്രയ്ക്ക് ഞാൻ തന്നെ സ്നേഹിക്കുന്നുണ്ട്. അത് വെറുതെ പറഞ്ഞതല്ലേ എങ്ങനെട്ടാ? എന്നാൽ ഇങ്ങനെയൊക്കെ പറയാവോ സുനന്ദേച്ചി? ഞാൻ എന്റെ സങ്കടം കൊണ്ട് പറഞ്ഞതാ സുരേഷേ.
നിനക്കറിയാലോ, അമ്മയ്ക്ക് സുഖമില്ലാന്ന് അറിഞ്ഞപ്പോ ഞാൻ എന്റെ വീടും കുടുംബവും ഇട്ടെറിഞ്ഞു 1 കൊല്ലം ഇവിടെ വന്ന് നിൽക്കണം. കഴിഞ്ഞ 7 ദിവസമായി ഒരു മോളെ കണ്ണ് ഞാൻ അടച്ചിട്ടില്ല. അങ്ങനെ നോക്കിയതാ ഞാൻ എന്റെ അമ്മയെ. എന്നിട്ടിപ്പോ സുഖമായപ്പോ അമ്മയ്ക്കിപ്പോ ഞാൻ വേണ്ട, ആ ഹിന്ദിക്കാരി മതി. നീ പറ, ഞാൻ എന്ത് തെറ്റാടാ ചെയ്തേ? സുനന്ദേച്ചി ഹോ, എനിക്ക് കണ്ണീര് കാണാൻ വയ്യ. ദേ ഇപ്പൊ കേറി എനിക്ക് BP. ആണോ? എന്നാ അതെടുത്ത് കുടിക്കേ. ഇത് ഷുവറാ. എന്താ നീ കരണേ? ഒന്നുമില്ല. അമ്മ സീതനെ വിളിച്ചതാണ് കാര്യമെങ്കില് അവൾ അമ്മയുടെ മുറിയിലല്ല കിടക്കണേ. എടുത്ത് കിടന്നോട്ടെ, എനിക്കെന്താ? അമ്മ ഇല്ലാണ്ട് വളർന്നവള്, അതുകൊണ്ട് നമ്മുടെ അമ്മയെ കണ്ടപ്പോ ഭയങ്കര ഇഷ്ടമായി. അതുകൊണ്ട് എന്താ കാര്യം? അവൾക്ക് ഭാഷ അറിയില്ലല്ലോ. രാത്രി അമ്മയ്ക്കൊരു ആവശ്യം വന്നാൽ അവൾക്ക് മനസ്സിലാവില്ല. പിന്നെ എത്രയായാലും അവള് മരുമോളല്ലേ, നിന്റെ അത്ര ഒക്കുവോ? ഏട്ടനത് മനസ്സിലായല്ലോ, എനിക്കത് മതി. എന്റെ ഏടത്തി, എനിക്ക് ഏടത്തിയോട് ഒരു വിഷമവും ഇല്ല കേട്ടോ. ഏടത്തി കുറച്ചു ദിവസമല്ലേ ഇവിടെ ഉണ്ടാവൂ. ഇവിടെ വേറെ ഉണ്ടല്ലോ ചില നീത്യാരമ്മമാര്, അവര് ചിലത് മനസ്സിലാക്കണം. അതിന് ഞാൻ ചില കാര്യങ്ങൾ പറയും. എന്റെ ഏട്ടാ, പരദൂഷണം പറയുന്ന സ്വഭാവം പണ്ട് നാളെ എനിക്ക് ഇല്ലാതെ ഏട്ടനറിയാലോ. ഇവിടെ ഒരുത്തി ഉണ്ടല്ലോ, ഒരു മിസ് ഇന്ത്യ, ഏതോ വലിയ രാജകൊട്ടാരത്തിൽ ജനിച്ചു വളർന്നു എന്നാ ഭാവം. ഒരു കള്ളച്ചടക്കാരന്റെ മോളാ. ആ മുറിന്ന് ഇറങ്ങും സർക്കിയിട്ട് പോവാൻ. കണ്ണാടിയുടെ മുമ്പിൽ നിന്ന് മാറില്ല. അവനാണെങ്കിലോ അവള് വേണ്ടെന്ന് പറഞ്ഞാ മൂട്ട ഒഴിക്കില്ല. ഉണ്ടായ കാശം മുഴുവൻ കൊണ്ട് ആ തന്തയുടെ കൂടെ കൂടി ഒരു ചാരായ കമ്പനി തുടങ്ങി. അത് പൂട്ടി. നമ്മുടെ അമ്മയുടെ മുറി കയറാനേ അവൾക്ക് അറപ്പാന്ന്. അവളെ പറഞ്ഞിട്ടെന്താ, സ്വന്തം മോള് കയറണില്ല. ദുബായ്ക്കാരന്റെ ഭാര്യയല്ലേ, മാസാമാസം ഡ്രാഫ്റ്റ് വരും. എന്നാ നമ്മുടെ അമ്മയ്ക്ക് അനാസി വാങ്ങിക്കാൻ ഒരു പൈസ. അവന്റെ വീട്ടിലെ അവക്ക് സുഖം പോരാന്ന്. അമ്മായിമ്മയും മരുമോളും എന്നും കീരിയും പാമ്പോ. പരദൂഷണല്ല കേട്ടോ, ഏട്ടനും ഏടത്തി മനസ്സിലാക്കണം. അതെന്നെ. മേഴ്സിയേ, എന്താ അമ്മയുടെ മുറിയിലെ എന്റെ കിടക്കയുടെ വിരി ഒന്ന് മാറ്റിക്കോളൂ. ദേ, ഈ നേഴ്സ് ഉള്ളതാ എനിക്ക് ആകെ ഒരു സഹായം. പക്ഷെ അതും ഇവിടുത്തെ ന്യൂസ് പിടിക്കാൻ ആ ഡോക്ടർ അമ്മ വെച്ചതാ. ഇവിടെ ഇപ്പൊ മക്കളും മരുമക്കളുമായിട്ട് നമ്മൾ എല്ലാവരും ഇല്ലേ. എന്നിട്ടും അമ്മയുടെ കാര്യങ്ങൾ നോക്കാൻ ഒരു നഴ്സിനെ വെക്കണം. അമ്മയ്ക്ക് എന്ത് തോന്നുന്നു? ദേ, ഇത് ഞാൻ പറയാൻ തുടങ്ങിയിട്ട് നാളെ എത്രയെന്നറിയോ? ഇനി ഞാൻ ഏറ്റു. മേഴ്സി, ഇതെങ്ങോട്ടാ? ഞാൻ പോവാണ്. അയ്യോ, അതെന്താ? അമ്മച്ചി പറഞ്ഞു പൊയ്ക്കോളാൻ. പിരിച്ചുവിട്ടോ? അയ്യോ. മേഴ്സി ഒരു കാര്യം ചെയ്യും, ഞാൻ ഇവിടുന്ന് പോകുന്നതിന് മുമ്പ് മേഴ്സി എന്നെ ഒന്ന് വിളിക്കേ. മേഴ്സിക്ക് ഞാൻ മസ്കറ്റിലൊരു ജോലി ശരിയാക്കി തന്നാലോ? തരട്ടെ? മേഴ്സിക്ക് ഇഷ്ടമല്ലേ ഗൾഫ്? എനിക്ക് പാസ്പോർട്ട് ഇല്ല. അതാണോ കാര്യം? അതിനെന്താ, ഒരു പാസ്പോർട്ട് എടുക്കണം. അതിനെത്രയാ പൈസ വേണ്ടെന്ന് വെച്ചാ ഞാൻ തരാം. എൻ്റെ കൈ കാർഡില്ല, ഇവിടെ വിളിച്ചാൽ മതി. ഞാൻ പോട്ടെ. ഓ, എന്താടി? എന്താ? എന്തിനാ നിനക്ക് ഈ വേണ്ടാത്തൊരു ഗൗരവം? ഞാൻ നിനക്ക് നല്ലൊരു സാധനം കൊണ്ടുവന്നിട്ടുണ്ട്. എന്താണെന്നറിയാവോ? എന്താ? ഒരു സ്പ്രേ. നല്ല മണ ആണോ? എന്നാലേ എനിക്ക് വേണ്ട. ഇത് കണ്ടോ മോളെ? അച്ഛൻ പണ്ട് വലിച്ചിരുന്ന സിഗരറ്റാ, പാസിംഗ് ഷോ. ഈ സൈക്കിൾ അച്ഛൻ്റെ ആണോ? അത് ചെറിയച്ഛൻ്റെ കുട്ടി സൈക്കിൾ, അത് അച്ഛൻ്റെ സൈക്കിൾ. ഇതൊക്കെ അച്ഛൻ്റെ പുസ്തകങ്ങൾ. അതിനകത്ത് വേറൊരു സാധനം ഉണ്ടായിരുന്നല്ലോ അച്ഛൻ്റെ കയ്യിൽ. അച്ഛാ, ഇത് കണ്ടോ? അച്ഛൻ്റെ കിട്ടുന്ന കാശൊക്കെ കൂട്ടി കൂട്ടി വെച്ച് അച്ഛൻ വാങ്ങിച്ചതാ. അയ്യോ, ഇതാരും ചീത്തയാക്കിയേ? നിങ്ങളുടെ സൽക്കാരത്തിനൊന്നും അല്ല വന്നത്. മര്യാദയ്ക്ക് അവളോട് ഇറങ്ങി വരാൻ പറ. അനിയനൊന്നും അല്ല, തന്തയാ വിളിക്കണത്. ഉണ്ടാക്കിയ തന്ത. എന്താ സംശയം ഉണ്ടോ നിങ്ങക്ക്? അപ്പൊ സംശയം ഉണ്ടല്ലേ? ഓ എന്റെ സദാനന്ദ, നീ വേണ്ടാത്ത വർത്തമാനം പറയണ്ട. അവള് പഠിക്കല്ലേ, പഠിപ്പ് മുടക്കിട്ട് എന്തിനാ അവളെ പഠിപ്പ് പഠിച്ച് തള്ളയുടെ പഠിപ്പ് പഠിപ്പിക്കാനല്ലേ? എന്റെ മോളാണെങ്കി ഞാൻ കൊണ്ടുപോകും. ഒരുത്തരും എന്നെ തടയില്ല. എടേ സുജേ,
അപ്പൊ വിളിച്ചാ വരും. ഉടുപ്പ് തുണിയൊക്കെ എടുത്ത് വേറെ എങ്ങടി എങ്ങട് എങ്ങടാന്ന്? നമ്മുടെ വീട്ടിലേക്ക്. 100 പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്റെ വീട് ഇതാ. നിങ്ങളുടെ ഭാര്യയുടെ മക്കളെ തുണി തിരുമ്പാനും വീട്ടിൽ ജോലിക്കും വേറെ ആളോ നോക്ക്. ഈ തന്ത എത്താ പിന്നെ നീ തെണ്ടും. ഏത് പാട്ടി നോക്കൂടി നിന്നെ? ഒരു പട്ടി നോക്കണ്ട, ഞാൻ ജീവിക്കും. ഓ ജീവിക്കാലോ. അതിനുള്ള വഴി കാണിച്ചു തന്നിട്ടല്ലോ തള്ള. അതാ വഴിയെങ്കിൽ അത്, എന്നാലും ഒരുത്തനെ ബുദ്ധിമുട്ടിക്കില്ല. അവള് വല്ല വിവരക്കേടും പറഞ്ഞ് നീ കാര്യാക്കണ്ട. വളർത്തു ദോഷം. മോളുണ്ടാക്കി സ്വൽപ്പേര് പേരക്കുട്ടി ഉണ്ടാക്കി തരും, ഓർത്തോ? പ്രേമയെ കല്യാണം കഴിച്ച ആളാ, പോലീസുകാരനാ. സുജയെ കൊണ്ടുപോകണമെന്ന് പറഞ്ഞ ഇടയ്ക്ക് വരും. അവൾക്കാണെങ്കിൽ കണ്ണു നേരെ കണ്ടുകൂടാ. വായ തോന്നി ഇതൊക്കെ പറയും. ഇന്ന് ഇത്തിരി ഭേദമായിരുന്നു. ഇരിക്കെ. അവൻ പറയണതൊക്കെ ഒരു പൊട്ടനെ പോലെ കേട്ട് ഞാൻ അങ്ങോട്ട് സഹിക്കും. എന്തെല്ലാം ദോഷമുണ്ടെങ്കിലും അച്ഛന്ന് പറയാൻ ഒരാളുണ്ടല്ലോ, അതിന് ഇത്രയെങ്കിലും സഹിക്കണം. പ്രേമ ഇപ്പൊ എവിടെയുണ്ട് ശ്രീധരമാമ? നിനക്ക് വേറൊന്നും ചോദിക്കാനില്ലേ? അല്ല, എനിക്കറിയണം. അവിടെ ജീവിച്ചിരിപ്പുണ്ടോ അതോ മരിച്ചോ? മരിച്ചിട്ടുണ്ടാവില്ല. മരിച്ചാൽ പിന്നെ ശവത്തിന് വില പറഞ്ഞ് വിൽക്കാൻ പറ്റില്ലല്ലോ. അത് എത്തിച്ചു തരാണ്ടിരിക്കൂ. അവൾക്ക് എന്താ ശ്രീധരമാമ ഇങ്ങനെയൊക്കെ തോന്നിയത്? എന്നോടാ ചോദിക്കണേ. ഏച്ചു കെട്ടിക്കൊടുത്തൊരു ബന്ധം പൊട്ടിച്ചു പോവാൻ എന്താ വിഷമം? വെറുതെ ഒരു പോലീസുകാരന്റെ തല്ലു കൊള്ളണ്ടാന്ന് വിചാരിച്ചു കാണും. ആ കുട്ടിയുടെ കാര്യങ്ങൾ ആലോചിക്കണ്ടേ? ഒരുപാട് കാര്യങ്ങൾ മനഃപൂർവ്വം മറന്നു കളയാ. ഒന്നും ഓർമ്മിപ്പിക്കണ്ട എന്നെ. ഞാൻ നാട് വിട്ടത് പ്രേമയെ ചതിച്ചിട്ടാണെന്ന് ശ്രീധരമാമ വിശ്വസിക്കുന്നുണ്ടോ? വേണ്ട, പോട്ടെ. അതൊന്നും സംസാരിക്കണ്ട നമുക്ക്. എനിക്ക് സംസാരിക്കണം. രണ്ട് പേരോട്. ഒന്ന് ശ്രീധരമാമയോട്, പിന്നെ എൻ്റെ അമ്മയോട്. മനസ്സുകൊണ്ട് പോലും ഞാൻ അവളെ വേറൊരു രീതി കണ്ടിട്ടില്ല. സുനന്ദയും ഗീതയും പ്രേമയൊക്കെ എനിക്ക് ഒരുപോലെയായിരുന്നു. സത്യം, നാട് വിടുമ്പോ ഞാൻ അറിഞ്ഞിരുന്നില്ല അവള് ഗർഭിണിയായിരുന്നു. നീ പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ല. ഇന്നും നുണയനല്ലേ. അവളോട് ആരും ചോദിച്ചുമില്ല. കണ്ണുകൊണ്ട് കണ്ടത് പിന്നെ എന്തിനാ ചോദിക്കണേ? പക്ഷെ സത്യം ഞാൻ അറിഞ്ഞു. ഞാൻ മാത്രമല്ല, നിന്റെ അച്ഛനും അമ്മയും അറിഞ്ഞു. ഇന്നും ഞങ്ങൾ 3 പേര് മാത്രമേ അറിഞ്ഞിട്ടുള്ളൂ. അച്ഛൻ അറിഞ്ഞിരുന്നു അല്ലേ? അത് മതി. നിങ്ങൾ 3 പേര് മാത്രം അറിഞ്ഞാൽ മതി. ഇതെങ്കിലും എന്നെ മനസ്സിലാക്കിയിട്ടാണല്ലോ എന്റെ അച്ഛൻ പോയത്. ഇത് മാത്രമല്ല, അച്ഛൻ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടാ പോയത്. വെളുത്ത മുഖവും വെളുത്ത ചിരിയായിട്ട് പലരും മാന്യന്മാരായിട്ട് ജീവിക്കട്ടെ. നമ്മളൊക്കെ വിഡ്ഢികളെ പോലെ കഴിയുക, ഒന്നും അറിയാത്ത മാതിരി. നീ ഇങ്ങനെ ആയിപ്പോയില്ലെന്ന് സങ്കടം മാത്രമേ ഞങ്ങൾക്കൊക്കെ ഉള്ളൂ. അവസാന കാലത്ത് നിന്നെ ഓർത്ത് ഒരുപാട് സങ്കടപ്പെട്ടിരുന്നു നിന്റെ അച്ഛൻ. മോനെ, നീയെങ്കിലും ഓർക്കണുണ്ടല്ലോ അച്ഛനെ. ഇവിടെ എല്ലാരും മറന്നു. വാവിനൊരു ഉരുള കൊടുക്കാൻ പോലും ആർക്കും സമയമില്ല. ഞാൻ കിടപ്പായ പിന്നെ ഈ മുറി തുറക്കാറില്ല. പൊടിയും മാറാലയും പിടിച്ച് ജീവിച്ചിരുന്ന കാലത്ത് കിടക്കട വിരി ഒന്ന് ചുളിഞ്ഞ സമ്മതിക്കാത്ത ആളാ. ജീവിച്ചിരുന്നപ്പോ ഞാനും കുറെ വേദനിപ്പിച്ചിട്ടുണ്ട്. അച്ഛൻ്റെ ഇഷ്ടത്തിന് നടന്നില്ല. അതുകൊണ്ട് ഞാൻ മാത്രം നന്നായില്ല. പക്ഷേ എന്നെ വെറുത്തിരുന്നില്ല അച്ഛൻ. അല്ലേ അമ്മേ? ഇല്ല, ഒരിക്കലുമില്ല. ഞങ്ങൾ രണ്ടാളും നിന്നെ ഓർത്ത് ദുഃഖിക്കാത്ത ദിവസങ്ങളില്ല. കല്യാണം കഴിഞ്ഞ് പോന്നതിൻ്റെ അന്ന് പ്രേമ ഞങ്ങളെ കാണാൻ വന്നിരുന്നു. അപ്പോഴാ അവള് കാര്യങ്ങൾ പറയണേ. നിന്റെ ഏട്ടൻ എഴുതിയ ഒരു കത്തും അവള് കാണിച്ചു തന്നു. അവന്റെ പേര് പറഞ്ഞ അവളെയും കൊന്ന് അവനും ചത്തുകളയുന്നു. അന്നു മുതല് മരിക്കണവരെ മനസമാധാനം എന്തെന്നറിഞ്ഞിട്ടില്ല അച്ഛൻ. നീ വരും വരും തന്നെയായിരുന്നു. എന്നോട് എപ്പോഴും പറയും, നമുക്ക് മിടുക്കന്മാരും മക്കളുണ്ട്. ഹൃദയമുള്ള ഒരുത്തനേ ഉള്ളൂ. അവന്റെ കൈ കൊണ്ട് ഇത്തിരി വെള്ളം വാങ്ങി കുടിക്കാനുള്ള ഭാഗ്യം എനിക്കുണ്ടാവില്ല. നിനക്കെങ്കിലും ഉണ്ടാവട്ടെ എന്ന്.
മോനെ, എന്താണ് അവളിത് നേരത്തെ പറയാതിരുന്നേ? എങ്കിൽ അവളിങ്ങനെ ആവോ? നീ ഇങ്ങനെ ആവോ? ഞങ്ങൾക്ക് ആർക്കും അത് മനസ്സിലാവണില്ല. എനിക്ക് മനസ്സിലാവും. അതെ, എനിക്കറിയാവുള്ള മനസ്സ്. പൊന്നുകൊണ്ടൊരു കൊട്ടാരം കെട്ടിട്ടെന്നെ വിളിച്ചാലും എനിക്ക് വേണ്ട. എനിക്ക് അർപ്പാ. ചതിയനാ, ചതിയൻ. രക്ഷപ്പെടാൻ പെട്ടെന്ന് ചെയ്തു പോയതായിരിക്കും. രക്ഷപ്പെടാൻ അവൻ എന്തും ചെയ്യും. ആരെയും കൊല്ലും, സ്വന്തം അമ്മയെ പോലും. അല്ലെങ്കിൽ നിന്നെ എന്നെയും കൂടി പെടുത്തോ? എന്റെ സ്വന്തം ആങ്ങളല്ലടാ നീ. എന്റെ കാര്യം സാരില്ല, ഞാനെന്നും തെറ്റുകാരനാ. ഓന ഉള്ളി എവിടേക്കെങ്കിലും പോയാലോ എന്ന് ആലോചിച്ചു. എവിടെ പോ? നീ ഒരു ആൺകുട്ടിയല്ലേ, എവിടെ പോയാലും ജീവിച്ചൂടെ? ഇത് പുഴുത്ത പട്ടിയെ പോലെ ചോണയില്ലാത്തവൻ. എനിക്ക് ഈ നാട് വിടാൻ വയ്യടി. ഓ, മറ്റവളെ വിട്ടുപോകാൻ മനസ്സില്ല. ഈ പ്രേമം എന്നൊക്കെ പറയണത് ചതിയാടാ, ചതിക്കുഴി. അവൾ അങ്ങനെയല്ല. നീ കണ്ടോ, ഒടുവിൽ ആ കരിങ്കുട്ടൻ അവളെ കെട്ടിക്കൊണ്ടുപോകും. അവളുടെ മുറിച്ചെറുക്കൻ സുകുമാരൻ. ഇല്ല, അവൾ എന്റെയാ, എന്റെ മാത്രം. കിടക്കാൻ വീട്ടില് സ്ഥലമില്ലാന്ന് തോന്നുന്നു. അയ്യോ, എന്താ പറ്റിയത്? ഏയ് ഒന്നുമില്ല. കണ്ണും മുഖമൊക്കെ ഇരിക്കുന്ന കണ്ടില്ലേ? എന്താ പറ്റിയെന്ന് പറ. അച്ഛൻ തല്ലിയതാ. എന്തിനാ? പറ, എന്തിനാന്ന്? അച്ഛനതെല്ലാം കാരണമൊന്നും വേണ്ടല്ലോ. ഞാൻ എങ്ങോട്ടെങ്കിലും പോവാന്ന് വിചാരിക്കുക. എങ്ങോട്ട്? എങ്ങോട്ടെങ്കിലും. ഞാൻ സമ്മതിക്കില്ല. എന്നെ വിട്ട് പോരുത്, എന്നെ മറന്നു പോരുത്. മറക്കേ? നിന്നെ മറക്കാൻ എനിക്ക് പറ്റൂ. എവിടെ പോയാലും ഞാൻ വരും, നിന്നെ കൊണ്ടുപോകും. അത് പറയാ നീ പട്ടി. കാത്തിരിക്കണം.